നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് രണ്ട് വിഷയങ്ങളാണ് എടുക്കുന്നത്. 8:45 എടുക്കുന്ന രണ്ടാമത്തെ വിഷയം വഴിയേ വരട്ടെ. ആദ്യം ഒരു വർഷം തികയ്ക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചാണ്. പിണറായി വിജയൻ സർക്കാർ ഒരു വർഷം തികയ്ക്കുമ്പോൾ എല്ലാം ശരിയാകും എന്നുറക്കെ പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തി. ഒരു സംവത്സരം പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ ശരിയായി, ഇനി ശരിയാക്കാൻ എന്തൊക്കെ? തെറ്റുകാർക്കും അഴിമതിക്കാർക്കും സഹായം നൽകുന്ന ഒരു സർക്കാർ ഇവിടെ ഇല്ല. എല്ലാം സുതാര്യമാണ്. ഇതിലും നല്ലൊരു വർഷം ഉണ്ടോ എന്നാണ് പിണറായി ചോദിച്ചത്. കേരളം പ്രതീക്ഷിച്ച രാഷ്ട്രീയ ജീർണതയുടെ ശുദ്ധീകരണം നടന്നോ? കിടപ്പാടമില്ലാത്തവർക്ക് ഭൂമിയും വീടും, അശരണർക്ക് ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ, കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ നയം, പ്രതിസന്ധികളിൽ പൂട്ടാത്ത ട്രഷറികളുള്ള ഒരു സാമ്പത്തിക നയം, എടുത്തു പറയാനുള്ള ശരികൾ, ശരിയാക്കലുകൾ. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗക്കാർക്കും പാവപ്പെട്ട കൈവശ കൃഷിക്കാർക്കും ഉൾപ്പെട്ട 2247 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ അവകാശികളാകാനായി. നാളെ ഇടുക്കിയിൽ 500ഓളം കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയവും നൽകുന്നു. പക്ഷേ വിവാദങ്ങളുണ്ട്. അനാവശ്യ വിവാദങ്ങൾ ശരികളെ ജനങ്ങളിലെത്തിക്കാൻ തടസ്സമുണ്ടായോ എന്നതും ഉണ്ട്. വിശദമായ ആദ്യ ചർച്ചയിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, PM സുരേഷ് ബാബു, KN ഹരിലാൽ, KVS ഹരിദാസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദനിലേക്ക് തന്നെ പോകാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, EMSൽ തുടങ്ങി പിണറായി വിജയനിൽ എത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന്. രണ്ട്, പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഈ തവണ LDF സർക്കാർ അധികാരത്തിന് ഏറിയതിനു ശേഷം ഒരു വർഷം പിന്നിടുന്നു. ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാക്കും എന്നതിൻ്റെ തുടക്കമായോ? സംതൃപ്തമായ ഓട്ടമാണോ തുടങ്ങുന്നത്? ഒരു വർഷം കൊണ്ട് എല്ലാം ശരിയാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്തൊരു മുദ്രാവാക്യമുണ്ട്. അത് ഒരു വർഷം കൊണ്ടല്ല. ഈ ഗവൺമെൻറ്റിന് 5 വർഷക്കാലം ഭരണമുണ്ട്, കാലാവധിയുണ്ട്. അതിനിടയിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഒരു തർക്കവും വേണ്ട. ഒരു വർഷം കൊണ്ട് തന്നെ അതിൽ പലതും തെളിയിക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി 57 ഗവൺമെൻറ് തുടർച്ചയാണെന്ന്. 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ് 28 മാസം കൊണ്ട് ചെയ്ത ഭരണപരിഷ്കാര നടപടികളാണ് ഇന്ന് കേരളം ഈ നിലയിലെത്തിയതിനുള്ള അടിത്തറയിട്ടത്. ആ നടപടികൾ ഇന്ത്യ രാജ്യത്ത് ഈ 60 സ്വാതന്ത്ര്യം നേടി 70 വർഷം കഴിഞ്ഞിട്ടും മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റും കേരളം ഒന്നും സ്വീകരിച്ച പോലെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഗവൺമെൻറ്റിനെ വെച്ച് വാഴിക്കാതെ അതിനെ ഡിസ്മിസ് ചെയ്തു. അതിനേക്കാൾ വലിയ ഭീഷണി ഇപ്പോൾ ഡിസ്മിസ് ചെയ്യാന്നുള്ള ഭീഷണിയല്ല, അല്ലാതെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ഈ സംസ്ഥാന ഗവൺമെൻറ് ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വെല്ലുവിളിയും കൂടെ കണ്ടുകൊണ്ട് തന്നെ കേന്ദ്രം നടപ്പാക്കുന്ന നയത്തിന് ബദലായ ഒരു നയം നടപ്പാക്കാനാണ് ശ്രമം. 60 വർഷമായി കേരള പിറവിക്ക് ശേഷം 57 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഇപ്പോൾ 2017 ഈ 60 വർഷക്കാലത്തിനിടെ 40 വർഷം ഭരിച്ച UDF ഗവൺമെൻറ്, 20 വർഷം ഭരിച്ച LDF ഗവൺമെൻറ്, ഈ രണ്ട് ഗവൺമെൻറ്റുകളെയും തുലനം ചെയ്യുന്നത് നന്നായിരിക്കും. 20 വർഷം ഭരിച്ച 57 തൊട്ട് 6 പ്രാവശ്യം 57 ഗവൺമെൻറ് മുതൽ 6 പ്രാവശ്യം ഭരിച്ച LDF ഗവൺമെൻറ് സ്വീകരിച്ച ജനക്ഷേമ പദ്ധതികളാണ് കേരളത്തെ ഇന്ന് ഇന്ത്യയുടെ മുമ്പിലെത്തിച്ചത്. കാർഷിക പരിഷ്കാര നിയമം, ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്, വിദ്യാഭ്യാസ നിയമം, ഇതെല്ലാം 57 കൊണ്ടുവന്നു. 67 കൊണ്ടുവന്ന ജനകീയാസൂത്രണ പദ്ധതി ഈ കേരളത്തെ ഗ്രാമങ്ങളും പട്ടണങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഗ്രാമങ്ങളെല്ലാം വികസിപ്പിക്കുന്നതിന് ആ ജനകീയാസൂത്രണ പദ്ധതി സഹായിച്ചിട്ടുണ്ട്. എല്ലാ കുഗ്രാമങ്ങളിലെ റോഡും ഇന്നതെല്ലാം ടാറിട്ട റോഡുകളാക്കി മാറ്റാനും ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ജനകീയാസൂത്രണ പദ്ധതി സഹായിച്ചിട്ടുണ്ട്. 80 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, നാനാരുടെ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി കാർഷിക തൊഴിലാളിക്ക് പെൻഷൻ നൽകിയത്. അന്ന് ആക്ഷേപിച്ച് പറ്റരുത്, പ്രത്യുൽപാദനപരമല്ലെന്ന്. ആ ഗവൺമെൻറ് 87 ഗവൺമെൻറ് തന്നെ കയർത്തൊഴിലാളികൾക്ക്, കശുവണ്ടിത്തൊഴിലാളിക്ക്, കൈത്തറി തൊഴിലാളിക്ക്, പണിയെടുക്കുന്നവർക്കെല്ലാം അവർക്ക് പണിയില്ലാതായാൽ, റിട്ടയർ ചെയ്താൽ ഭിക്ഷയാചിക്കാതെ തെണ്ടിത്തിരിയാതെ ജീവിക്കാനുള്ള ഒരു ചെറിയ സംഖ്യയെങ്കിലും പെൻഷനായി നൽകിയ ഗവൺമെൻറ്റാണ് 80 ഗവൺമെൻറ്. നാനാരുടെ ഗവൺമെൻറ് മറ്റൊരു മഹത്തായ കാര്യം ചെയ്തു. സാക്ഷരതാ യജ്ഞം. അക്ഷരമറിയാത്ത മനുഷ്യരെ മുഴുവൻ ഏത് പ്രായത്തിലുള്ളവരായാലും ശരി അവർക്ക് അക്ഷരം പഠിപ്പിക്കാൻ ഉള്ള ഒരു യജ്ഞം നടത്തി. വമ്പിച്ച വിജയമായിരുന്നു. അതാണ് കേരളം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമെന്ന് പദവിയെടുത്തത്. ഈ 57 ഗവൺമെൻറ് മറ്റൊരു മഹത്തായ കാര്യം ചെയ്തിട്ടുണ്ട്.
+2 ആദ്യം 57 ഗവൺമെൻറ് SSLC വരെ സൗജന്യ വിദ്യാഭ്യാസം, അതിനുശേഷം വന്ന ഗവൺമെൻറ് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം. ഇന്ത്യ മഹാരാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ ഈ പരിഷ്കാരം വരുത്തിയ, ഈ സംഭാവന നൽകിയ മറ്റൊരു ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. കേരളത്തിൽ എല്ലാ വിഭാഗത്തിലും പെടുന്നവർ, കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്കടക്കം +2 വരെ സൗജന്യമായി പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ സംഭാവനയാണ്. അവർ ഈ കിട്ടിയ വിദ്യാഭ്യാസം കൈമുതലാക്കി തൊഴിലുള്ള രാജ്യങ്ങൾ, അന്യരാജ്യങ്ങളിൽ പോയി ഈ വിദ്യാഭ്യാസം കൈമുതലുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് പണി ലഭിച്ചു. അവർ സമ്പാദിച്ച സമ്പാദ്യമാണ് ഇന്ന് ഈ കേരളത്തിൽ ഉയർന്നു കാണുന്ന മണിമന്ദിരങ്ങളൊക്കെ, അല്ല സർക്കാരിൻ്റെ കെട്ടിടങ്ങളല്ല. കർഷക തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരൻ്റെയും മക്കൾക്കെല്ലാം അങ്ങനെ പോയി അധ്വാനിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണെന്ന് അവർ നന്ദിയോടുകൂടി സ്മരിക്കും. അത് സാക്ഷരതയിൽ അങ്ങനെ ഇന്നും ഈ +2 വരെ വിദ്യാഭ്യാസം നൽകി. ആ +2 വിദ്യാഭ്യാസം കഴിഞ്ഞില്ലെങ്കിൽ മെഡിസിൻ പഠിക്കാനൊക്കില്ല, എഞ്ചിനീയറിംഗ് പഠിക്കാനൊക്കില്ല. ഈ പാവങ്ങളുടെ മക്കൾക്കെല്ലാം മെഡിസിൻ അപേക്ഷിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഉള്ള വഴി ഒരുക്കി കൊടുത്ത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്താൻ ആ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഈ ചികിത്സാ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായി കേരളത്തിലെ ആളുകളുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു. അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം കിട്ടി. കുഞ്ഞുങ്ങളുടെ ശിശുമരണ നിരക്ക്, നരേന്ദ്രമോദിയാണല്ലോ നമ്മൾ പ്രകീർത്തിക്കുന്നത്, ഗുജറാത്തിൽ 12 വർഷം മഹാ അത്ഭുതങ്ങൾ കാണിച്ചു വന്നു. ആ ഗുജറാത്തിൽ 1000 ശിശുക്കൾ ജനിച്ചാൽ 48 ശിശുക്കൾ ശിശുമരണം സംഭവിക്കുന്നു. ഇവിടെ അത് 12ആയി കുറഞ്ഞിട്ടുണ്ട്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ശരാശരി ആയുർദൈർഘ്യം ഇന്ത്യയുടെ 64ആണ്, കേരളത്തിലത് 74ആണ്, സ്ത്രീകളുടേത് 76ആണ്. 74നും 76നും ഒന്നും ആളുകളിപ്പോൾ മരിക്കുന്നില്ല. നവതി ആഘോഷിക്കുന്നവരെ അവർക്ക് ജീവിച്ചിരിക്കാൻ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഈ നാടിലെമ്പാടുമുള്ളത് കൊണ്ട് അവിടെയും അവർ പിടിച്ചു നിൽക്കുന്നു. ജനജീവിതത്തിൽ, ജനങ്ങളുടെ ജീവിതത്തിൽ, വരുമാനത്തിലും മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലാണ് ഈ കേരളം. ഇതര സംസ്ഥാനങ്ങളിൽ ഒരു ദിവസം പണിയെടുത്താൽ ശരാശരി 60-70 രൂപയാണ് കൂലി കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു തൊഴിലാളി പണിയെടുത്താൽ 300, 400, 500, 600 രൂപ കൂലി കിട്ടുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന തൊഴിലാളികൾ അവിടെ ഗൾഫായി ഈ കേരളത്തെ കാണുന്നു. ഇവിടെ വന്ന് അവർ പണിയെടുത്ത് കാശ് സമ്പാദിക്കാൻ 25 ലക്ഷം ആളുകൾ ഇവിടെ പണിയെടുക്കാൻ വരുന്നുണ്ട്. ആ വിധത്തിൽ പണിയെടുക്കുന്നവൻ്റെ വരുമാന വർധനവിന് സഹായിച്ച, കൂലി ലഭിക്കാൻ സഹായിച്ചത്, ആ കിട്ടുന്ന കൂലി കൊണ്ട് ആരോഗ്യമുള്ള ജീവിതം നയിക്കാനും, ശിശുക്കളുടെ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹെൽത്ത് ഡയറക്ടറേറ്റിൻ്റെയും എന്താ വന്നിരിക്കുന്നത്? ഇപ്പോൾ പ്രസവിച്ചു വീഴുന്ന കുട്ടികളിൽ 45% കുട്ടികൾ ഇന്ത്യയിൽ ആവശ്യത്തിന് പൊക്കവും തൂക്കവും ഇല്ലാത്ത കുരുട് കുട്ടികളായി ജനിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അക്കൂട്ടത്തിൽ കേരളമില്ല. 40-50 രൂപ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി സ്ത്രീ എന്ത് വാങ്ങി ഭക്ഷിച്ചിട്ടാണ് ഈ കുട്ടിക്ക് ജന്മം നൽകുന്നത്? അവൾ പ്രസവിക്കുന്ന കുട്ടി ഈ സൈസ് അല്ലാതെ വേറെ സൈസാവുമോ? അതേസമയം കേരളത്തിലെ സ്ത്രീകൾ പണിയെടുത്താൽ, പുരുഷന്മാർ പണിയെടുത്താൽ കൈ നിറച്ച കാശ് കിട്ടുന്നതിൻ്റെ ഫലമായി അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന തേയ്മാനം വീണ്ടെടുക്കാനുള്ള കലുവടി ഭക്ഷണം കഴിക്കാൻ, രോഗം വന്നാൽ ചികിത്സിക്കാൻ, മക്കളെ പഠിപ്പിക്കാനൊക്കെ കൂലി വ്യവസ്ഥ ഈ കേരളത്തിലുണ്ടായി. അതിലൊക്കെ ഈ UDFനോ അതാണ് ചുമട് ചുമക്കുന്നവനും ഭാരം ചുമക്കുന്നവനും, തീർച്ചയായും ചുമട് ചുമക്കുന്നവനും ഭാരം ചുമക്കുന്നവനും കാളെ പൂട്ടുന്നവനും അടക്കം എല്ലാവരും വിജയമുണ്ടാക്കുന്ന സാമ്പത്തിക വിജയം, ഒപ്പം കുമ്പിളിൽ കഞ്ഞി കുടിക്കില്ല തമ്പ്രാനെന്ന് വിളിക്കില്ല എന്ന് വിളിച്ചതുപോലെയുള്ള സാമൂഹ്യ വിജയം. ആ വിജയം കേവലം ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല, അത് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. അത് ഭൂപരിഷ്കരണം, ജനകീയാസൂത്രണം, ഇപ്പോൾ പട്ടയ വിതരണം വരെ എത്തി നിൽക്കുന്ന ഘട്ടം ഘട്ടമായ കാര്യങ്ങളാണ് എന്ന് കൃത്യമായ അക്കമിട്ടാണ് ശ്രീ ആനത്തല വട്ടമാനന്ദൻ സൂചിപ്പിച്ചത്. അതിൽ രാഷ്ട്രീയ ആത്മവിശ്വാസമുണ്ട്. എതിർക്കാം നിങ്ങൾക്ക്, തീർച്ചയായും ശ്രീ PM സുരേഷ് ബാബു ചുമ്മാതങ്ങ് പറഞ്ഞതല്ല, അക്കമിട്ടെണ്ണിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ 20 വർഷം ഈ കേരളത്തിന് സംഭാവന ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ 1 വർഷവും പിണറായി വിജയൻ സർക്കാരിൽ കാണുന്നതും ഇനി കാണാൻ പോകുന്നതും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ശ്രീ ആനത്തലവട്ടം ഇത് സൂചിപ്പിച്ചത്. എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ഷണം ശ്രീ PM സുരേഷ് ബാബു? ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ ഒരു നല്ല പ്രസംഗം ഇവിടെ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശസ്തമായ പശ്ചാത്തലങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അക്കമിട്ട് എണ്ണമിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു അവസരം ഇല്ലല്ലോ ഇതിനകത്ത്. കാരണം ഇവിടെ
കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ ശരിയായി ഈ ഒരു വർഷം കൊണ്ട് എന്ന് പറയാനാണ് ഈ ചർച്ചയ്ക്ക് എന്നെയൊക്കെ വിളിച്ചത്. അദ്ദേഹത്തിനെയും വിളിച്ചത് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം വളരെ പരസ്യമായി സമ്മതിക്കുന്ന ഒരു വിഷയം, ഈ ഒരു വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. 1957 EMS വന്ന കാലം തൊട്ട് ഇങ്ങോട്ട് നയനാരുടെയും കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ച് ഇവിടെ ഒരു പുകമറ സൃഷ്ടിച്ച് അദ്ദേഹം അങ്ങ് പോയിരിക്കുകയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അജിംസും പറയുന്നു, എണ്ണമിട്ട് അക്കമിട്ട് എല്ലാം നിരത്തി എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഈ ഒരു വർഷക്കാലത്തെ കാലഘട്ടത്തിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടായി, എന്തൊക്കെയായിരുന്നു അതിൻ്റെ നേട്ടഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചർച്ച ഒന്ന് പൊലിപ്പിക്കാമായിരുന്നു. ഇപ്പോഴതില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിലും ഈ കാര്യം ഞങ്ങൾ ആനത്തവലട്ടം പറഞ്ഞതുപോലെ ചെയ്യേണ്ടുന്ന പാർട്ടികൾ തന്നെയാണ്. ആ ഭരണകൂടം ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് കൂടുതൽ ശരികൾ ചെയ്യുക. കാരണം ഇടതുപക്ഷത്തിന് ഒരു തത്വശാസ്ത്രപരമായ സമീപനമുണ്ട്. സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ബന്ധനവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവർ ഭരണത്തിലിരിക്കുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിലുള്ള വികസനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു വർഷം എന്തെങ്കിലും ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ടാണത് പറയാതിരുന്നത്? അവിടെയാണ് എൻ്റെ സംശയം. അവിടെയാണ് CPM പോലും ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നില്ലേ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ്. CPMന്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ ഒരു കാര്യവും ഈ ഗവൺമെന്റ് ചെയ്തതായി, ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായതായി, ഇന്ന കാര്യങ്ങൾ ശരിയാക്കിയതായി അദ്ദേഹം പറഞ്ഞില്ല. തീർച്ചയായും ആനത്തലവട്ടം ആനന്ദൻ, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് താങ്കൾ പറയുന്നത് എന്നാണ് ഇപ്പോൾ പറയാൻ. ആ പഴയ പൂർവ്വകാലത്തിൻ്റെ തുടർച്ചയായ ഒന്നുമില്ല എന്ന ശക്തമായ വിമർശനമാണ് PM സുരേഷ് ബാബു ഉന്നയിച്ചത്. ഈ ഒരു വർഷം അത്തരത്തിൽ മറച്ചു വെക്കാനുള്ള പാപ്പരത്വം എന്തെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ സുരേഷ് ബാബു വിമർശിക്കുന്നത് പോലെ? അല്ല, എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബു, ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 57 ഗവൺമെൻറ് തുടർച്ചയായ ഗവൺമെൻറ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലം ഭരണം നടത്തിയപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ 40 വർഷക്കാലത്തെ ഭരണത്തിൽ ഇതുപോലെ ജനോപകാരപ്രദമായി ഏതെങ്കിലും കാര്യം ചെയ്തോ എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വർഷക്കാലത്തെ ഭരണത്തിലേക്ക് വരാം. ഈ ഒരു വർഷം എന്തൊക്കെ ചെയ്തു? ഈ പറഞ്ഞ നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം UDF ഗവൺമെൻറ് ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരുന്ന വിവിധ മേഖലകൾ, വ്യവസായം, കൃഷി, തൊഴിൽ, വിദ്യാഭ്യാസം, ഈ രംഗങ്ങളിലെല്ലാം വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. 22,000 ആൾക്കാരാണ് സർവീസിൽ നിന്ന് ഈ വർഷം പെൻഷൻ പറ്റി പിരിഞ്ഞത്. 36,000 ആളുകളെ ഈ ഗവൺമെൻറ് വന്നതിന് സർവീസിൽ നിയമനം കൊടുത്തു. നിങ്ങൾ കൊടുക്കാതിരുന്ന 14,000-ൽ പരം ചെറുപ്പക്കാർക്ക് കൂടി ഇപ്പോൾ നിയമനം കൊടുത്തു. വേക്കൻസി ഉണ്ടായിരുന്നിട്ടാണ്. ആ വേക്കൻസിയിൽ നിങ്ങൾ നിയമനം കൊടുത്തില്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് എല്ലാം ലാഭത്തിലാക്കിയിരുന്നു. നിങ്ങൾ വന്നതെല്ലാം നഷ്ടത്തിലാക്കി. അതിനെ ലാഭത്തിലാക്കി നടത്തിക്കൊണ്ടു പോകാനുള്ള പരിശ്രമത്തിലാണ്. 13 എണ്ണം ഇപ്പോൾ നിങ്ങൾ നഷ്ടത്തിലാക്കിയിരുന്നത്, അത് ഞങ്ങൾ ലാഭത്തിലാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കായ ആളുകൾ പണിയെടുക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ, കശുവണ്ടി ഫാക്ടറികളെല്ലാം അടച്ചിട്ട് നിങ്ങൾ പോയി. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് അതിൽ 18,000 തൊഴിലാളിക്ക് തൊഴിൽ കിട്ടുന്ന കാപ്പെക്സിൻ്റെയും കോർപ്പറേഷൻ്റെയും ഫാക്ടറികൾ തുറന്നു. ഇനിയും തുടർച്ചയായ പ്രവർത്തനം നടത്താനും കൂടുതൽ തൊഴിലാളിക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭത്തിലേക്കാണ്. സ്വകാര്യ ഫാക്ടറി ഉടമകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു. ആ ഫാക്ടറികൾ തുറക്കാനുമുള്ള നടപടികളിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. അതിൻ്റെ നെല്ലിപ്പഴി കണ്ടിട്ടാണ് പോയിരിക്കുന്നത്. കേരളമായിരുന്ന കയറിൻ്റെ കയറ്റുമതിയുടെ 90% ഇപ്പോൾ നിങ്ങൾക്കറിയുമ്പോൾ 10%-ആണുള്ളത്. 90% ഇതര സംസ്ഥാനങ്ങളിലാണ്. അതിലുള്ള 10,000 തൊഴിലാളിക്ക് പണിയില്ല. അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ, ആ വ്യവസായം നവീകരിക്കാൻ, നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഉള്ള പരിശ്രമത്തിലാണ്. കൈത്തറി വ്യവസായം ഇതേപോലെ ആ തൊഴിലാളികൾക്ക് പണിയില്ലാതെ ആ വ്യവസായം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആ തൊഴിലാളികൾക്ക് പണി കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് വന്ന് കൈത്തറി തൊഴിലാളികൾ നെയ്യുന്ന തുണി എവിടെ വെക്കും, മാർക്കറ്റില്ല എന്ന് ശങ്കിച്ചിരിക്കുമ്പോൾ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം യൂണിഫോം കൂടെ ഇപ്പോൾ തൊഴിലാളികൾ നെയ്താൽ തികയില്ല. ഈ വർഷം ഈ ആവശ്യത്തിനനുസൃതമായി നെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷത്തേക്കുള്ള നെയ്ത്ത് ഇപ്പോഴേ ആരംഭിക്കുകയാണ്. അങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കി അതിനൊക്കെ ഒരു ഭാവന വേണം.
മാർക്കറ്റ് ഉണ്ടാക്കി ആ തൊഴിലാളിക്കും ആ വ്യവസായത്തെയും സംരക്ഷിക്കാൻ നടപടി സ്വീകരിച്ചു. ഇതാണ് പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഈ 3 മേഖലയിലും എടുത്തിരിക്കുന്ന സമീപനം. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ തവണ നിങ്ങൾ ഭരിക്കുന്ന അവസരത്തിൽ എന്തായിരുന്നു സ്ഥിതി? ഓണക്കാലത്ത് പോലും കുട്ടികൾക്ക് പുസ്തകം കിട്ടിയില്ല. അവസാനം അവർ ഫോട്ടോസ്റ്റാറ്റ് കാപ്പി എടുത്ത് പകർത്തി ഭരിക്കുന്ന ഒരു സ്ഥിതിയായി. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പള്ളിക്കൂടത്തിൽ പുസ്തകം എത്തിച്ച് ഇടതുപക്ഷ ഭരണ ഗവൺമെൻറ് ചെയ്തതാണ്. അതേപോലെ തന്നെ ആ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഓരോന്നോരോന്നെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് പോയത് ആ സർക്കാർ സ്കൂളിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു, ജനങ്ങളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി. ആ സർക്കാർ സ്കൂളുകൾ നല്ല ഒന്നാം തരം എഫിഷ്യൻറ്റ് സ്കൂളുകളാക്കി മാറ്റാൻ മാനേജ്മെൻറ്റുകൾ സ്കൂളുകളെ പോലെ സ്വാശ്രയ സ്കൂളുകളൊക്കെ നടത്തുന്ന പോലെ അതിനകത്തും സ്മാർട്ട് ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായും നിയമനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കശുവണ്ടി കയർ അടക്കമുള്ള തീർച്ചയായിട്ടും അതിന് സമയം തരാം. തീർച്ചയായും പരമ്പരാഗത മേഖലകളുടെ വിജയം, ഒപ്പം വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ തുടക്കം എല്ലാം ഗംഭീരമാണെന്ന് ഈ വർഷവും അക്കമിട്ട് പറയാൻ ശ്രീ ആനത്തലവട്ടം ആനന്ദനാകുന്നുണ്ട്. ശ്രീ എം സുരേഷ് ബാബുവിലേക്ക് എത്താം. ഇപ്പോൾ KVS ഹരിദാസിലേക്ക് പോകുന്നു. ശ്രീ KVS ഹരിദാസ്, ശ്രീ ആനത്തലവട്ടം സൂചിപ്പിച്ച മറ്റൊരു വിമർശനമുണ്ട്. വിമോചന സമരത്തിൻ്റെ ആ കറുത്ത ദിനങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഒരു കേന്ദ്ര ഇടപെടൽ ഇന്ന് കേരള സർക്കാരിന് മേലുണ്ട് എന്ന്. വികസനങ്ങളടക്കം, മെട്രോ അടക്കം വലിയ വികസനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ കക്ഷി രാഷ്ട്രീയ ചുരുങ്ങലായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന നിരീക്ഷണത്തിന് അജിംഷാദെ, ഞാൻ അതിലേക്ക് വരാം. ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയത് 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്കുള്ള ഒരു അജണ്ട ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും 1 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മളൊരു വിലയിരുത്തൽ, വിശകലനം നടത്തുന്നത് സ്വാഭാവികമാണ്. അതൊരു രാഷ്ട്രീയ പ്രക്രിയയും കൂടിയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, വലിയ പ്രതീക്ഷയോടെയാണ് കേരളം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കണ്ടിരുന്നത് എന്നത് മറന്നുകൂടാ. അതിൻ്റെ തുടക്കവും വളരെ പോസിറ്റീവായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാനൊക്കെ. അഴിമതിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുക, ഭരണ സംവിധാനം ക്രമപ്പെടുത്താനുള്ള ഉദ്യമങ്ങൾ നടത്തുക, ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ്ങുകൾ വിളിക്കുക, ആ തരത്തിലൊരു വലിയ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഗവൺമെൻറ് നടത്തിയിരുന്നു. ആദ്യത്തെ 2-3 മാസത്തിനിടയ്ക്ക് EP ജയരാജൻ്റെ ബന്ധു നിയമന വിവാദം ഒഴിച്ചാൽ കാര്യങ്ങൾ ഏതാണ്ട് ട്രാക്കിൽ തന്നെ പോയിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായത്? നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ആനത്തലവട്ടം സഖാവ് പറഞ്ഞല്ലോ, പക്ഷെ ആ സമയത്ത് നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇമേജ്, ജനത്തിൻ്റെ മനസ്സിലുള്ള ഇമേജ് എന്താ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചുള്ളത്, അതല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. ആ ഇമേജ് എങ്ങനെയാ ഈ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു നിലയിൽ നിന്ന് പാതാളത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാ? ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കാം, പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഈ LDF ഗവൺമെൻറ്റിനുണ്ടായി എന്നത് വസ്തുത തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ 2-3 വട്ടം പറഞ്ഞില്ലേ പോലീസിന് വീഴ്ച പറ്റിയെന്ന്. അതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കാണാം. പോലീസിന് വീഴ്ച പറ്റിയെന്ന് കണ്ടാൽ അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. പക്ഷെ അതിനപ്പുറത്ത് പല സമയത്തും സാധാരണ നമ്മൾ പറയാറുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ അജിംഷാദ് ചോദിച്ച പ്രശ്നം തന്നെ, BJP ഉന്നയിച്ചൊരു സൈനിക ഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഇപ്പോൾ അജിംഷാദ് തന്നെ ഉന്നയിച്ചല്ലോ, ആനത്തലവട്ടം സഖാവ് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ ഏത് ഭരണത്തിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, ഏത് സമയത്തും ഒരു പക്ഷത്ത് CPM ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. CPMൻ്റെ അണികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ പരിധി വരെ കൊലപാതകങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. മൊത്തം വെളുത്ത വരകളുള്ള കറുത്ത കുതിരയാണോ, കറുത്ത വരകളുള്ള വെളുത്ത കുതിരയാണോ, തിരിച്ചും കാണാം. എല്ലാവരും CPMനെ ആക്രമിക്കുന്നു എന്നും കണ്ടുകൂടെ? അല്ല അജിംഷാദെ, ഞാൻ തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് CPMനെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു നേതാവാണ് കേരളത്തിലുള്ള പിണറായി വിജയൻ
എന്നൊരു തോന്നലും മൊത്തത്തിലുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹത്തിന് വേണ്ടത്ര വിജയിക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പൂർണ്ണമായിട്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല, പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കൊട്ടിയൂര് അച്ഛനെതിരായിട്ടുള്ള കേസ് ഞാനൊരു ഉദാഹരണമാണ്. ആ കേസിൽ ഒരു UDF ഗവൺമെൻറ് ആണെങ്കിൽ ചിലപ്പോൾ നടപടി ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അവിടെ പോലീസിന് ശക്തമായിട്ട് നിലപാടെടുക്കാൻ പിണറായി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കഴിഞ്ഞു, അതൊരു വസ്തുതയാണ്. പക്ഷെ അതേ സമയത്ത് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും മറ്റും നടക്കുന്ന സമയത്ത് CPM ഇൻവോൾവ് ആവുന്ന സമയത്ത് ആ പോലീസിന് ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? പോലീസിന് നിഷ്പക്ഷമായിട്ട് പെരുമാറാൻ കഴിയുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കേരളത്തിൽ. അത് തീർച്ചയായും അത് ശക്തമായ ചില വിമർശനങ്ങൾ തന്നെയാണ്. മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ KN ഹരിലാൽ, അതായത് എപ്പോഴും വിജയിക്കുന്നത് അരിക്കടക്കാരനാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാനാകില്ല. തീർച്ചയായും ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിലും ഇപ്പോൾ KVSഉം PM സുരേഷ് ബാബുവും ഒക്കെ ഉന്നയിച്ച പല വിമർശനങ്ങളും തീർച്ചയായും അനുകൂലിക്കുന്നത് മാത്രമല്ല പ്രതികൂലിക്കുന്നതിനെ കൂടി വിലയിലെടുക്കുമ്പോൾ മാത്രമേ സത്യവും, അതാണ് ഒരു മാർക്സിസ്റ്റ് വീക്ഷണം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങൾ, ട്രഷറികൾ പൂട്ടാതെ കൊണ്ടുപോകാനായി ഈ പ്രതിസന്ധിയിൽ, ബാറുകൾ പൂട്ടി അടക്കമുള്ള പ്രതിസന്ധിയിലും ഞങ്ങൾ വയറ് മുറുക്കിയെടുത്ത് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി എന്ന് പറയുന്നു. പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് തോമസ് ഐസക്കും കടകംപള്ളിയും G സുധാകരനും VS സുനിൽകുമാറും ഒക്കെ ചേരുന്ന രവീന്ദ്രനാഥും ഒക്കെ ചേരുന്ന ഒന്ന് തന്നെയാണ്. അതിന് പിന്നിലൊരു LDF എന്ന ആശയവുമുണ്ട്. ആ പ്രകടന പത്രികയുടെ ആശയം കൂടിയുണ്ട്. നമുക്ക് അങ്ങനെയൊന്ന് വിലയിരുത്താം. സമയം പരിമിതമായതുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ താമസം. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന ചർച്ചയുടെ ഒരു ആകത്തുക കാണുന്നത് എന്താണ്? കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരം, ഒരു ഭരണ സംസ്കാരം വരികയാണ്. അതിൻ്റെ നല്ല സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. വളരെ വിശദമായിട്ട്, സാധാരണ മുഖ്യമന്ത്രി പത്രക്കാരെ വേണ്ടത്ര കാണുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. ഇന്ന് വളരെ ദീർഘനേരം അദ്ദേഹം പത്രക്കാരോട് സംവദിച്ചു. അത് അദ്ദേഹത്തിന് സമയം കിട്ടാതെ വരികയായിരുന്നു. ഗവൺമെൻറ് ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഓരോന്നും അക്കമിട്ട് കൃത്യമായ സ്ഥിതിവിവര കണക്കുകളോടുകൂടി തെളിവുകളോടുകൂടി അദ്ദേഹം കേരളത്തിന് മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി വെക്കുകയാണ് ചെയ്തത്. അത് ഇവിടെ ഏകദേശം ശ്രീ ഹരിദാസൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശരി തന്നെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേളിൽ വിവാദം വരുന്നു. അതും ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ആനത്തലവട്ടം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റം, അതിൻ്റെ തുടർച്ച, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത കാര്യങ്ങൾ, മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ, അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം നിരന്തരമായി കേരളത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുകളിലാണ്. കൊട്ടിയൂരെ കേസ്, അതല്ലെങ്കിൽ മറ്റൊരു കേസ്, അതല്ലെങ്കിൽ കോടതിയിലെ ഒരു ചെറിയ പരാമർശം, അതല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ നാക്കുപിഴ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച പോവുകയാണ്. അതേസമയം നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന 37,000 പേരുടെ നിയമനം നമ്മൾ കാണാതെ പോകുന്നു. പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കാണാതെ പോകുന്നു. അതുപോലെ തന്നെ മെഗാ പ്രോജക്റ്റുകളെല്ലാം കൃത്യസമയത്ത് നടക്കുന്നത് നമ്മൾ കാണാതെ പോകുന്നു. ഇത് തെറ്റാണ്. മറിച്ച് ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനം, വികസന വിശകലനം ഉണ്ടാവണമെന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ ഒരു മെസ്സേജ്. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഈ വർഷം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു വർഷമാണ്. കാരണം ഡീമോണിറ്റൈസേഷൻ്റെ പ്രശ്നം ഉണ്ടായി, അതുപോലെ തന്നെ വലിയ വരൾച്ചയുണ്ടായി, മദ്യനിരോധനം കാരണം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കുറവുണ്ടായി. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞ നേട്ടങ്ങൾ സാധ്യമായി. ആ സാധ്യമാവുന്നതിന് പറ്റുന്ന രീതിയിലുള്ള ധനകാര്യ ഭരണം കേരളത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ ഇപ്പോൾ ഡേറ്റ കാണിക്കുന്നത് ഏകദേശം 20% കൂടുതൽ വർധനവ് കഴിഞ്ഞ വർഷവുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു റെക്കോർഡ് നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ പ്ലാൻ എക്സ്പെൻഡിച്ചർ പോയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം ലക്ഷ്യമിട്ടതുപോലെ നടന്നു നീങ്ങുന്നത്. ഓരോ മെഗാ പ്രോജക്റ്റുകളുടെയും കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ വേണ്ടത്ര രീതിയിൽ കേരളം ചർച്ച ചെയ്യാത്ത ഈ പെട്രോനെറ്റ് LNGയുടെ സംഭവം, അതുപോലെ തന്നെ കൂടംകുളത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള ലൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോന്നും മുഖ്യമന്ത്രി എണ്ണി പറയുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം പിറകിൽ യഥാർത്ഥത്തിൽ ട്രഷറിയുടെ ആരോഗ്യത്തിൻ്റെയും കാര്യമുണ്ട്, ധനകാര്യ ഭരണത്തിൻ്റെ ഒരു സംഭാവന കൂടിയുണ്ട്. അവിടെ ട്രഷറി സ്തംഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല,
എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾക്കും പണം കണ്ടെത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഏകദേശം 5000 കോടി രൂപയോളമാണ് ഈ വെൽഫെയർ പെൻഷന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. ഏകദേശം 48 ലക്ഷം ആൾക്കാർക്ക് ആ പെൻഷൻ എത്തി. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും എടുത്തു പറഞ്ഞു, വേറെ ഒരുപാട് കാറ്റഗറി ജീവനക്കാരുടെ ശമ്പളം അതുപോലെ അലവൻസുകൾ വർദ്ധിപ്പിച്ചു. അതിന് പുറമെ ഇപ്പോൾ ഏകദേശം 1000 കോടി രൂപയ്ക്ക് അടുത്തുള്ള കടാശ്വാസ പരിപാടി പ്രഖ്യാപിച്ചു. ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധനകാര്യ മേഖലയിലും നടക്കുന്നുണ്ട്. ട്രഷറി പൂട്ടുന്നില്ല. അതും മാത്രമല്ല, മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൽ വ്യത്യസ്തമായിട്ട്, മുൻ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഫിനാൻഷ്യൽ ധനകാര്യ ഇന്നൊവേഷനും കൂടെ സംഭവിച്ചിരിക്കുന്നു. അതും മുഖ്യമന്ത്രി പറഞ്ഞു, കിഫ്ബിയുടെ കാര്യം. കാരണം നമ്മുടെ ബജറ്റിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ധനക്കമ്മിയുടെ ഈ 3.5%, 3% എന്ന് പറയുന്ന അപ്പർ ലിമിറ്റുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് കേരള ഗവൺമെൻറ് കിഫ്ബി എന്ന് പറയുന്ന ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് എതിർക്കുന്നില്ല. അത് പ്രത്യേകം അത് തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം. രാഷ്ട്രീയമായ ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ ചില പ്രധാനപ്പെട്ട രംഗങ്ങളിൽ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ നല്ല രീതിയിലുള്ള സഹകരണമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നിയമങ്ങൾക്കെതിരല്ല, ആ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു പണം മൊബിലൈസ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അത് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളിടുന്ന പരിപാടികളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ കേരളത്തിനെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ച വരികയാണ്. 57 ഗവൺമെൻറ് തുടങ്ങി വെച്ച 20 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കുറച്ചുകൂടി ശക്തമായിട്ട് കഴിഞ്ഞ 1 വർഷം പോയി, അടുത്ത 4 വർഷം ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിലൂടെ നമുക്ക് നമ്മുടെ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ കഴിയും, നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ, നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. തീർച്ചയായും പ്ലാൻ എക്സ്പെൻഡിച്ചർ അടക്കമുള്ള വിഷയങ്ങളിൽ വരുത്തിയ നിർണായകമായ ഇടപെടലുകൾ, സാമ്പത്തികമായ ഇടപെടലുകൾ, ട്രഷറിയുടെ ശക്തിപ്പെടുത്തലുകൾ, ഇതൊക്കെ കുറിച്ചാണ് തീർച്ചയായും PM സുരേഷ് ബാബുവിലേക്കും KVS-ലേക്കും മറുപടി പറയാൻ പോകാം, ഒപ്പം നിർദ്ദേശങ്ങൾക്കുമായി പോകാം. തീർച്ചയായും ശ്രീ PM സുരേഷ് ബാബു, അങ്ങനെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ താങ്കളും താങ്കളുടേതായ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിച്ചു. തീർച്ചയായും ആ വിമർശനങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ പിണറായി വിജയൻ സർക്കാർ 1 വർഷം ചെയ്തതിൽ താങ്കൾ കണ്ട ഭൂഷണമായ കാര്യങ്ങൾ? ഒന്ന്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ? അതുകൂടി ഒരു പൊതുപ്രവർത്തകൻ, ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ശ്രീ PM സുരേഷ് ബാബു. ഞാൻ ഭൂഷണമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. ഗവൺമെന്റിന്റെ മുമ്പിൽ പുതുതായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അതും പറയാൻ തയ്യാറാണ്. പക്ഷെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പറയാൻ എന്നെ അനുവദിക്കുകയും വേണം. ആദ്യമേ പറയട്ടെ. ഒന്ന്, വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് അതിനെ വിദ്യാഭ്യാസ രംഗത്തെ അതൊന്നും വിഭജിക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാര്യമായ പിഴവുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായതായി നമുക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടില്ല. അതിനകത്ത് ധാരാളം കാര്യങ്ങളിലേക്ക് ശരികളും തെറ്റുകളെ കുറിച്ചൊക്കെ പറയാൻ എനിക്കുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ശ്രീ ആനത്തലവട്ട ഇവിടെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളുടെ വിതരണം, യൂണിഫോമിന്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കാര്യക്ഷമത നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേയധികം വിദ്യാഭ്യാസ രംഗത്തെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷെ തൊട്ടപ്പുറത്ത് മുകളിലോട്ടുള്ള വിദ്യാഭ്യാസം, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയാലും എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആയാലും പ്രൊഫഷണൽ കോളേജുകളായാലും അതെല്ലാം കുത്തഴിഞ്ഞു പോയിരിക്കുകയാണ്. അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ പാവങ്ങളുടെ വേണ്ടിയുള്ള നേരാട്ടങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ PG സീറ്റിലെ ഫീസ് വർധനവിൻ്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളുകളുമായി ചർച്ച ചെയ്യുന്നതിന് പകരം യൂണിലാറ്ററലായി ഗവൺമെൻറ് ഫീസ് ചുമത്തുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമൻ ഉമ്മൻചാണ്ടി
നിയമസഭയ്ക്കകത്ത് പോലും അത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ആക്ഷേപം പറയുന്നതിന് പകരം ഗവൺമെൻറ്റുമായി വലിയ സമയത്തോടുകൂടി പാവപ്പെട്ട ആളുകൾക്ക് സ്കോളർഷിപ്പ് രൂപത്തിൽ കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഫീസാണ് പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ എഡ്യൂക്കേഷനിലൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു കോട്ടമാണ്. ഞാൻ കാര്യമായി പറയാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇവിടെ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് രാഷ്ട്രീയം കാണാനോ ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തി കാണണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. UDFും അങ്ങനെ അത്തരമൊരു ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ കോട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് എത്രത്തോളം ഉണ്ടായി? ഗവൺമെൻറ് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ജനങ്ങൾ നിത്യജീവിതത്തിൽ അവരവരുടെ നിത്യജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഉപയോഗ സാധനങ്ങളുടെ വില വർധനവിൻ്റെ ശതമാന വർധനവ് എത്ര, അതുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്, അത് പരിഹരിക്കാൻ മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ എത്രത്തോളം വളരെ ശക്തമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടപെടലിലൂടെ ഏത് ഭാഗത്താണ് നമുക്ക് ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുള്ളത്? ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം പൊതുവിതരണ സമ്പ്രദായം കാലാകാലമായി 56-ലെ ഭാഷാ സംസ്ഥാനം രൂപീകരണ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം അത് ഏത് ഗവൺമെൻറ് പോക്കി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോയി എന്ന രാഷ്ട്രീയ തർക്കത്തിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനതിന് മുതിരുന്നുമില്ല. പക്ഷേ ആ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടേണ്ടിയിരുന്ന വിഹിതങ്ങൾ, ഭക്ഷ്യവസ്തു വിഹിതങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 2013 നടപ്പാക്കിയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന വിഹിതങ്ങൾ, അരിവിഹിതം, മറ്റിതര വിഹിതങ്ങളും കൃത്യമായി ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന് ചിലപ്പോൾ പറയും നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയതെന്നാണ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു വർഷത്തെ യാത്രയിൽ ഇത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകളാണെങ്കിൽ ഞാനത് വീഴ്ചയല്ലെന്ന് എനിക്ക് സ്ഥാപിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വരാം. പക്ഷേ അങ്ങനെ ഓരോ ഘട്ടങ്ങൾ എടുത്താൽ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ അതിനകത്തുള്ള എല്ലാത്തിൻ്റെ പാലിൻ്റെ വില വർധനവ്, വിദ്യുത് ശക്തിയുടെ വില വർധനവ്, ട്രാൻസ്പോർട്ടിൻ്റെ വില വർധനവ്, ട്രാൻസ്പോർട്ടിൻ്റെ ചാർജിനെ കൂടുതലാക്കിയത്, ഇങ്ങനെ തുടങ്ങി ജനങ്ങളുടെ ജീവിതത്തെ വിരുദ്ധമായി ബാധിക്കുന്ന തരത്തിലുള്ള വർധനവുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആവശ്യമായ നടപടികൾ എടുക്കുന്നതിൽ അത് നിത്യജീവിതത്തിൽ ഓരോ പൗരനെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്രമസമാധാനം തുടങ്ങി മറ്റിതര പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അവിടെയൊന്നുമല്ല പ്രശ്നം. ജനങ്ങളുടെ ജീവിതത്തെ, ജനങ്ങളുടെ താല്പര്യത്തെ, അതിനോട് UDF ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് UDFിൻ്റെ കാലത്തുള്ള ദോഷമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് പകരം ഞങ്ങളിത് സെറ്ററേറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങളിത് തിരുത്തിയിരിക്കുന്നു, ഞങ്ങളിത് ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമകരമായ നടപടികൾ എടുത്തിരിക്കുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു തരാൻ അവിടെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇനിയും 4 വർഷമുണ്ട്. ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആ 4 വർഷത്തെ കാലയളവിൽ നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ് നല്ല നിലയിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ആ പക്വമായ വിമർശനവും അല്ലെങ്കിൽ ആ ഉദ്ദേശശുദ്ധിയും നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറക്കേണ്ടതില്ല. തീർച്ചയായും രാഷ്ട്രീയ താല്പര്യങ്ങൾ ആ വിമർശനങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കാം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിലെ പരാജയം, അതായത് ഫീസ് വർധന അടക്കമുള്ള കാര്യം ഉമ്മൻചാണ്ടി പോലും നിയമസഭയിൽ പറഞ്ഞതാണ്. കോടതിയുടെ ഇടപെടലുകൾക്ക് അതീതമായി സർക്കാരുകൾക്ക് പോകാനുള്ള പരിമിതി അംഗീകരിച്ചാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ വിലവിവര പട്ടികയുടെ ഉയർച്ച, ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെയാണ് താങ്കളുടെ സാമ്പത്തിക വീക്ഷണത്തിൽ? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒന്ന് തീർച്ചയായിട്ടും ഈ പുതിയ ഗവൺമെൻറ് ഒരു രീതിയിലും ജനങ്ങളുടെ മുകളിൽ അധികഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇവിടെ പിന്നെ ആനത്തിലോട്ടും സൂചിപ്പിക്കുകയായിരുന്നു, ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും പിന്നീട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഒരു പുതിയ നികുതി നിർദ്ദേശവും ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് അവരിൽ നിന്ന് കൂടുതൽ നികുതി സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, ഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല. ആ രീതിയിൽ ജനങ്ങളുടെ ജീവിത ഭാരം ഉയർത്തിയിട്ടില്ല. അതിനു പകരം ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ക്ഷേമ പെൻഷൻ അടക്കം ഉള്ളത് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ സഹായിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പൊതുവിതരണ രംഗത്ത് ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് ഇന്ത്യയിൽ പൊതുവിതരണ സമ്പ്രദായത്തെ അനുകൂലിക്കുന്ന
രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? ഏതെങ്കിലും ഉണ്ടോ? യഥാർത്ഥത്തിൽ പൊതുവിതരണ സമ്പ്രദായത്തെ പഴയതുപോലെ നിലനിർത്തണം, കൂടുതൽ ശക്തമാക്കണം, കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം നിലനിർത്തണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളതും ഇടതുപക്ഷം മാത്രമാണ്. ഇപ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ തന്നെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ നയത്തിൽ നിന്ന് പിന്മാറി. നമ്മുടെ തന്നെ നേതാവായിട്ടുള്ള ശ്രീ AK ആന്റണി ഭക്ഷ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഈ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നീക്കി. അതിനുശേഷം ഈ കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുറേ മാറ്റങ്ങൾ വന്നു. പുതിയ NDA ഗവൺമെൻറ് ആ വഴിക്ക് പോകുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ പൊതുവിതരണ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്? എത്ര പണം ചെലവഴിച്ചാലും കേരളത്തിലെ ഈ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വിലകൾ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പഴയ പാരമ്പര്യം, അത് മാവേലി സ്റ്റോറുകളിലൂടെയും നീതി സ്റ്റോറുകളിലൂടെയും കൺസ്യൂമർ ഫെഡിലൂടെയും ഒക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ തെളിയിച്ച ആ മാർഗം തന്നെ സ്വീകരിക്കും. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമുണ്ടായിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ് നയം, പൊതുവിതരണ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള വെള്ളം ചേർക്കൽ, അതിനെല്ലാം പൊതുവിതരണ മേഖലകളിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായും ആ ഇടപെടാനുള്ള താല്പര്യം മറ്റ് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ പോലെയല്ല, മറ്റ് സർക്കാർ കേന്ദ്രത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ പോലെയല്ല. ഇവിടെ പൊതുവിതരണം ശക്തിപ്പെടുത്തണം എന്ന ജനകീയ താല്പര്യമാണ് ഈ സർക്കാരിനുള്ളത്. പക്ഷേ ശരിയാക്കാൻ ഇനിയും ഉണ്ട് എന്ന് ശ്രീ KVS ഒരു നിർദ്ദേശം പോസിറ്റീവായത്. ഞാൻ പോസിറ്റീവ് മാത്രമല്ല അബ്നിഷാദെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള കുളത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള പ്രശ്നം. ഇതൊക്കെ കേരളത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യം, അന്വേഷാദ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ കാണാൻ ചെല്ലുമ്പോൾ മോഡി പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത് സഹായത്തിനും തയ്യാറാണ്, അത് എൻ്റെയും കൂടി ഗവൺമെൻറ്റാണ്, എൻ്റെയും കൂടി നാടാണ്. എൻ്റെ പറഞ്ഞ വാക്കതാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു ഹൃദയം തുറന്നുള്ള സഹകരണത്തിൻ്റെ വാഗ്ദാനം അവിടെ നിന്നുണ്ടായിരുന്നു. കേന്ദ്രവിരുദ്ധ ഈ സമരത്തിൻ്റെയും മറ്റും രാഷ്ട്രീയ സമരങ്ങളുടെയൊക്കെ കാലഘട്ടം പോയി എന്ന് തിരിച്ചറിയാൻ CPM-ന് കഴിയുന്നില്ല പലപ്പോഴും. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വരെ കൊച്ചി മെട്രോയുടെ കാര്യത്തിലുണ്ടായൊരു വിവാദം ഭംഗിയായിട്ട് മുഖ്യമന്ത്രി ഇത് അവസാനം കൈകാര്യം ചെയ്തു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജെന്റിലായിട്ട് ആ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ആ വിവാദം എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉണ്ടാക്കി? അതാണ് ശ്രീ ഹരിലാൽ സൂചിപ്പിച്ചത്. അത്തരം വിവാദങ്ങൾ എന്ന ചെറു കാര്യങ്ങളിലേക്ക് പോയി വലിയ കാര്യങ്ങളെ കാണാതിരിക്കുന്ന ഒരു സാംസ്കാരിക രൂപം നിങ്ങൾ രൂപപ്പെടുത്തരുതെന്ന്. അല്ല അജിംഷാദെ, അത് കേരളത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അജിംഷാദ് തന്നെ ആലോചിച്ച്, ഈ കൈരളി ചാനലിൽ തന്നെ ഇതുപോലുള്ള ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് വെച്ചിട്ട് എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടാവും നമ്മൾ രാത്രികളിൽ? അത് കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ പൊതു സ്വഭാവമാണ്. ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി ചർച്ച ചെയ്ത് അത്രമാത്രം കോഷ്യസ് ആവണം ഇന്നത്തെ ഭരണാധികാരികൾ. തീർച്ചയായും സമയപരിമിതിയുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കേണ്ടതുകൊണ്ട് ദയവായി 30 സെക്കൻഡ് കൊണ്ട് എല്ലാം പറഞ്ഞു തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ ആനത്തലവട്ടം, ഈ വിമർശനങ്ങളെയൊക്കെ ഏറ്റെടുക്കുന്ന പാർട്ടി കോൺഗ്രസുകൾ മുതൽ എല്ലാ കാര്യങ്ങളെയും, വിമർശനങ്ങളെ അടക്കം എല്ലാ കോഡുകളെയും സാംശീകരിച്ച് ശരിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിമർശനങ്ങളെ എങ്ങനെ ഇനിയുള്ള 4 വർഷം ചുരുക്കി? ഇനിയുള്ള 4 വർഷം ഇവിടെ സൂചിപ്പിച്ച പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതിൽ ഒരു കാര്യം മിസ്റ്റർ ഹരിദാസ് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു ശത്രുതാപരമായി പെരുമാറില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ആ പറച്ചിൽ കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പൽ നിർമ്മാണ കേന്ദ്രം 72 നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങിയതാണ്. ആ കപ്പൽ നിർമ്മാണ കേന്ദ്രം 1200 കോടി രൂപ ഇപ്പോഴും അവിടെ പ്രോഫിറ്റ് മിച്ചമാണ്. റിലയൻസിനോ അദാനിക്കോ വിൽക്കാൻ പോവുകയാണ്, സ്വകാര്യ മേഖലയ്ക്ക് വെക്കുകയാണ്. നമ്മുടെ FSCTയെ സംരക്ഷിക്കണ്ടേ? കോട്ടയത്തുള്ള ന്യൂസ് പ്രിന്റ് ഫാക്ടറി അങ്ങനെ പറയരുത്. അതെന്താ? അതല്ലേ വസ്തുത. ആ വസ്തുത പറയാതെ എങ്ങനെ ഇരിക്കും?
പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമായ നമുക്ക് തരേണ്ടുന്ന അരിയുടെ 2.5 ലക്ഷം ടൺ അരി തന്നുകൊണ്ടിരുന്നതിൽ കുറവ് വരുത്തിയിരിക്കും. തരണം, അതിന് ഞങ്ങളുടെ ആവശ്യമെന്ന് ബോധിപ്പിക്കാൻ ഒരു നിവേദനം പോകുന്നതിന് സർവ്വകക്ഷികളടങ്ങുന്ന നിവേദന സംഘം പോകാൻ പ്രധാനമന്ത്രി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അതിന് അനുമതി നൽകാതിരിക്കുന്ന അപ്രോച്ച് അതിനുശേഷം എടുത്തു. അതും നമ്മൾ കാണുന്നതാണ്. പിന്നെ കേരളം ഒരു മിച്ച സംസ്ഥാനമല്ല, കമ്മി സംസ്ഥാനമാണ്. കേന്ദ്രം തരാതെ മിസ്റ്റർ സുരേഷ് ബാബു സൂചിപ്പിച്ച പോലെ സ്റ്റാറ്റ്യൂട്ടറി റേഷനാണ് ഇവിടുത്തെ ഭക്ഷ്യക്ഷാമത്തിനും വിലക്കയറ്റത്തിനും പരിഹാരമായുള്ള ഏക പോംവഴി. ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം, ഉള്ളവനും ഇല്ലാത്തവനും ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിനുള്ള അരി തരാതെ എങ്ങനെ കേരളത്തിലെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയും? സാധനങ്ങളുടെ വില കൂടിപ്പോയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ന്യായമായ അരിവിഹിതം കിട്ടാതെ വന്നപ്പോൾ, റേഷൻ തകർന്നപ്പോൾ മാർക്കറ്റിൽ വലിയ വിലവർധനമുണ്ടായി. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയല്ലേ? ആന്ധ്രയിലും ബംഗാളിലും പോയി അരി വാങ്ങിക്കൊണ്ട് വന്ന ഒരു കിലോയ്ക്ക് 5 രൂപ നഷ്ടം സഹിച്ച് ആ പ്രതിസന്ധി പരിഹരിച്ചു. ആ പ്രതിസന്ധി പരിഹരിച്ചതിന്റെ ഫലമായി ഇപ്പം അരിയുടെ വില താഴ്ന്നു. 30, 35, 50 രൂപ വരെ പോയത് താഴ്ന്നു. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ അങ്ങനെ ഉണ്ട്. മറ്റൊരു കാര്യം, മാവേലി സ്റ്റോർ ഈ ഗവൺമെൻറ് വരുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഭരിക്കുന്ന 5 വർഷക്കാലം അത്യോപസാരങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ തുടരും, ഇന്നത്തെ വില തന്നെ 5 വർഷവും തുടരും. ആളുകൾ സംശയിച്ചത് മാർക്കറ്റിലാകെ ഈ അരിയുടെ വിലയിലും സാധനങ്ങളുടെ വിലയിലും വർധന വരില്ലെന്നാണ് ആളുടെ പ്രതീക്ഷിച്ചത്. ഈ പറഞ്ഞത് മാവേലി സ്റ്റോറിലും സപ്ലൈകോയിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലും അതേപോലെ തന്നെ കൺസ്യൂമർ ഫെഡിലും സർക്കാർ വിൽക്കുന്ന സാധനങ്ങളുടെ വില 5 വർഷം വർദ്ധിപ്പിക്കില്ലെന്നാണ്. തീർച്ചയായും അതിന്റെ അർത്ഥം മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ക്ഷമിക്കുക ശ്രീ PM സുരേഷ് ബാബുവും KVS ഹരിദാസും. അടുത്ത മറ്റൊരു വിഷയം കൂടി എടുക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും പിണറായി വിജയൻ സർക്കാർ 1 വർഷം തികച്ചു. ഇനി 4 വർഷമുണ്ട്. എല്ലാ വിമർശനങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാം ശരിയാക്കാനായി തന്നെ തുടരട്ടെ എന്നും ആശംസിക്കുന്നു. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ്. സാമിയല്ലച്ച, വെറും മൃഗമാണ് അയാൾ, എന്നാൽ സ്വാമിയെ കെട്ടിക്കൂടെ, സ്വാമിക്ക് ഒരു പെണ്ണ് കെട്ടിക്കൂടെ എന്ന ചെങ്ങമ്പുഴയുടെ ആ പഴയ ആശ്രമമൃഗം എന്ന കവിതയുണ്ട്. അതിലേക്ക് ഇന്ന് സ്വാമിജിയായ ഒരു വ്യക്തി നടത്തിയ സംഭവങ്ങളും പെൺകുട്ടിയുടെ പ്രതിരോധവുമാണ് രണ്ടാമത്തെ ചർച്ചയായി എടുക്കുന്നത്.